എല്ലാവർക്കും മല്ലു ഡീപ് ഡൈവിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഏറ്റവും പുതിയ ന്യൂസ് അപ്ഡേറ്റ്സിനായി മറക്കാതെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങൾ ഏവരും കാത്തിരുന്ന നിങ്ങളുടെ SSLC റിസൾട്ട് കഴിഞ്ഞ ദിവസം പ്രഖ്യാപിച്ചു കഴിഞ്ഞു. ഇനി നിങ്ങളുടെ മുന്നിലുള്ളത് വളരെ പ്രധാനപ്പെട്ട ഒരു അഡ്മിഷൻ പ്രോസസ് ആണ്. നിങ്ങളുടെ ജീവിതത്തിലെ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട അഡ്മിഷൻ പ്രക്രിയയായ +1 പ്രവേശനത്തിലേക്കാണ് നിങ്ങൾ ഇനി കടക്കുന്നത്. ഈ ഒരു +1 പ്രവേശനവുമായി ബന്ധപ്പെട്ട് നിങ്ങളിൽ പലർക്കും പലവിധത്തിലുള്ള സംശയങ്ങളാണുള്ളത്. +1 പ്രവേശനം എപ്പോൾ മുതലാണ് ആരംഭിക്കുന്നത്, എന്തൊക്കെ കാര്യങ്ങളാണ് ഇപ്പോൾ ചെയ്യേണ്ടത്, അപേക്ഷിക്കേണ്ടത് എങ്ങനെയാണ്, അപേക്ഷിക്കാൻ എന്തൊക്കെ കാര്യങ്ങൾ ആവശ്യമാണ്, എന്താണ് അലോട്ട്മെന്റുകൾ, ഓരോ അലോട്ട്മെന്റുകളും വരുന്ന സമയത്ത് എന്തൊക്കെയാണ് നമ്മൾ ചെയ്യേണ്ടത്, ഇത്തരത്തിൽ +1 അഡ്മിഷനുമായി ബന്ധപ്പെട്ട് നിങ്ങൾക്ക് സംശയമുള്ള എല്ലാ കാര്യങ്ങളും കൃത്യമായി നിങ്ങൾക്ക് പറഞ്ഞു തരാൻ വേണ്ടിയാണ് ഇപ്പോൾ ഈ ഒരു വീഡിയോയുമായി എത്തിയിട്ടുള്ളത്. അപ്പോൾ +1 അഡ്മിഷനുമായി ബന്ധപ്പെട്ട് വിദ്യാർത്ഥികൾക്കും അതേപോലെ രക്ഷിതാക്കൾക്കും ഉള്ള ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സംശയം എപ്പോൾ മുതലാണ് +1 പ്രവേശനം ആരംഭിക്കുന്നത്. നിലവിൽ അറിയിച്ച വിവരം അനുസരിച്ച് മാത്രമല്ല +1 പ്രവേശനത്തിന്റെ പ്രോസ്പെക്ടസ് പുറത്തിറങ്ങിയത് പ്രകാരം അതിന്റെ ഒരു സ്ക്രീൻഷോട്ട് നിങ്ങൾക്ക് ഇപ്പോൾ സ്ക്രീനിൽ കാണാൻ സാധിക്കും. അതിൽ കൃത്യമായി പറയുന്ന തീയതി +1 പ്രവേശനം ആരംഭിക്കുന്നത് വരുന്ന മെയ് 14 തീയതി നിങ്ങൾ അപേക്ഷ സമർപ്പിക്കാനുള്ള തീയതിയാണ്. മെയ് 14 മുതൽ മെയ് 20 വരെ നിങ്ങൾക്ക് അപേക്ഷ സമർപ്പിക്കാനുള്ള സമയമാണ്. ഈ ഒരു അപേക്ഷ ഏത് രീതിയിലാണ് സമർപ്പിക്കേണ്ടത് എന്ന് പല വിദ്യാർത്ഥികൾക്കും രക്ഷിതാക്കൾക്കും സംശയമുണ്ട്. നിങ്ങളിൽ പലർക്കും അറിയുന്നതുപോലെ ഓൺലൈൻ ആയി +1 പ്രവേശനം നടക്കുന്നത് കഴിഞ്ഞ കുറേ വർഷങ്ങളായി ഏകജാലക പ്രവേശനം സിംഗിൾ വിൻഡോ അഡ്മിഷൻ പ്രോസസ് എന്നറിയപ്പെടുന്ന HSCAP എന്ന് പറയുന്ന ഒരു വെബ്സൈറ്റ് വഴിയാണ് ഈ ഒരു ആപ്ലിക്കേഷനും അലോട്ട്മെന്റുകളും കാര്യങ്ങളും എല്ലാം നടക്കുന്നത്. ഇത്തരത്തിൽ ഓൺലൈനായി നിങ്ങൾക്ക് സ്വന്തമായി അപേക്ഷിക്കാം. അതുപോലെ വിദ്യാർത്ഥികൾക്ക് വേണ്ടി എല്ലാ സ്കൂളുകളിലും ഹെൽപ്പ് ഡെസ്കുകളും പ്രവർത്തിക്കുന്നുണ്ട്. മാത്രമല്ല അക്ഷയ കേന്ദ്രങ്ങൾ വഴിയും ഇന്റർനെറ്റ് കഫേകൾ വഴിയും എല്ലാം നിങ്ങൾക്ക് ഈ ഒരു ഓൺലൈൻ അപേക്ഷ സമർപ്പണം പൂർത്തിയാക്കാം. അതായത് വെറുതെ ഒരു അപേക്ഷ ഫോറം പൂരിപ്പിച്ചതുകൊണ്ട് മാത്രം കാര്യമില്ല, ഓൺലൈനായി അപേക്ഷിച്ചിരിക്കണം. ഇനി ഇത്തരത്തിൽ നിങ്ങൾ അപേക്ഷിക്കാനായി പോകുന്ന സമയത്ത് അവിടെ നിന്നും ചിലപ്പോൾ നിങ്ങൾക്ക് ഒരു അപേക്ഷ ഫോറത്തിന്റെ മാതൃക തരും. അത് നിങ്ങളുടെ വിവരങ്ങൾ ശേഖരിക്കാൻ വേണ്ടി മാത്രമാണ്. അതായത് നിങ്ങളുമായി ബന്ധപ്പെട്ട അപേക്ഷയിൽ ഉൾപ്പെടുത്തേണ്ട വിവരങ്ങൾ കൃത്യമായി അതിൽ ശേഖരിച്ച് അതിന്റെ അടിസ്ഥാനത്തിൽ ആയിരിക്കും അവർ ഓൺലൈനായി ആ ഒരു അപേക്ഷാ സമർപ്പണം പൂർത്തിയാക്കുന്നത്. അപ്പോൾ അപേക്ഷ ഫോറം എല്ലാവരും വാങ്ങണമെന്ന് യാതൊരു നിർബന്ധവുമില്ല, ആ കാര്യം മനസ്സിലാക്കുക. എന്തായാലും നിങ്ങൾ ഓർമ്മിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം, ഈ വരുന്ന 14 തീയതി മുതൽ 20 തീയതി വരെയാണ് ഈ ഒരു അപേക്ഷ സമർപ്പിക്കാനുള്ള സമയം. ഇനി ഇത്തരത്തിൽ നിങ്ങൾ അപേക്ഷ സമർപ്പിച്ചു കഴിഞ്ഞാൽ പിന്നീട് നിങ്ങളുടെ മുന്നിലുള്ളത് അലോട്ട്മെന്റുകളാണ്. നിരവധി അലോട്ട്മെന്റുകൾ നിങ്ങളുടെ മുന്നിലുണ്ട്. അതിൽ ഏറ്റവും ആദ്യം വരുന്നത് ട്രയൽ അലോട്ട്മെന്റ് ആയിരിക്കും. ട്രയൽ അലോട്ട്മെന്റിന്റെ ഡേറ്റും ഇപ്പോൾ പ്രഖ്യാപിച്ചിട്ടുണ്ട്. മെയ് 24 എന്ന് പറയുന്ന ഒരു ഡേറ്റ് ആണ് ഇപ്പോൾ വന്നിട്ടുള്ളത്. പക്ഷേ മുൻവർഷങ്ങളിലെ രീതി നോക്കിക്കഴിഞ്ഞാൽ ആ ഡേറ്റിലൊക്കെ ചെറിയ മാറ്റങ്ങൾ ഉണ്ടാവാം. അത്തരത്തിലുള്ള മാറ്റങ്ങളൊക്കെ വന്നാൽ അതും അതാത് സമയത്ത് നിങ്ങളെ ഈ ചാനലിലൂടെ അറിയിച്ചു തരും. അത് പെട്ടെന്ന് അറിയാൻ സബ്സ്ക്രൈബ് ചെയ്യുക. എന്തുതന്നെയായാലും ഈ ഒരു ട്രയൽ അലോട്ട്മെന്റ് എന്ന് പറയുന്നത് ഒരു സാധ്യത അലോട്ട്മെന്റ് ആണ്. നിങ്ങൾ നൽകിയ അപേക്ഷക്കനുസരിച്ച് നിങ്ങൾക്ക് ഏതൊക്കെ സ്കൂളുകളിലാണ് പ്രവേശനത്തിന് സാധ്യത കൂടുതൽ എന്ന് മനസ്സിലാക്കാനും അതിന്റെ അടിസ്ഥാനത്തിൽ നിങ്ങളുടെ അപേക്ഷയിൽ ആവശ്യമായ മാറ്റങ്ങൾ എഡിറ്റിംഗുകൾ വരുത്താനുമുള്ള ഒരു അവസരമാണ് ട്രയൽ അലോട്ട്മെന്റിലൂടെ നിങ്ങൾക്ക് ലഭ്യമാകുന്നത്. അതിനുശേഷം പ്രധാനപ്പെട്ട 3 അലോട്ട്മെന്റുകൾ ഫസ്റ്റ്, സെക്കൻഡ്, തേർഡ് അലോട്ട്മെന്റുകൾ നിങ്ങളുടെ മുന്നിലുണ്ട്. അത് ജൂൺ 2 മുതലായിരിക്കും ഫസ്റ്റ് അലോട്ട്മെന്റ്, അതിനുശേഷം സെക്കൻഡ്, അതിനുശേഷം തേർഡ് അലോട്ട്മെന്റ്. ആ ഒരു ക്രമത്തിലായിരിക്കും അലോട്ട്മെന്റുകൾ വരുന്നത്. മാത്രമല്ല ജൂൺ മാസത്തിൽ തന്നെ +1 ക്ലാസുകൾ ആരംഭിക്കും എന്നുള്ള ഒരു വിവരവും വിദ്യാഭ്യാസ മന്ത്രി പ്രഖ്യാപിച്ചിട്ടുണ്ട്. ഈ ഒരു പ്രവേശനവുമായി ബന്ധപ്പെട്ട പ്രോസ്പെക്ടസിലും ആ കാര്യം കൃത്യമായി പറയുന്നുണ്ട്. ഇനി ഈ ഒരു അലോട്ട്മെന്റുകൾ മുഖ്യഘട്ട അലോട്ട്മെന്റുകൾ ഫസ്റ്റ്, സെക്കൻഡ്, തേർഡ് അലോട്ട്മെന്റോട് കൂടി അവസാനിച്ചു കഴിഞ്ഞാൽ പിന്നീട് പ്രവേശനം ലഭിക്കാത്ത വിദ്യാർത്ഥികൾക്ക് വേണ്ടി സപ്ലിമെന്ററി അലോട്ട്മെന്റും ഒരു സ്കൂളിൽ നിന്നും മറ്റു സ്കൂളിലേക്കോ മറ്റു കോഴ്സുകളിലേക്കോ ഒക്കെ മാറാൻ താൽപ്പര്യമുള്ള വിദ്യാർത്ഥികൾക്ക് വേണ്ടി ട്രാൻസ്ഫർ അലോട്ട്മെന്റുകളും ഉണ്ടാവും. അപ്പോൾ ഈ ഒരു രീതിയിൽ നിങ്ങളുടെ മുന്നിൽ ഓരോ അലോട്ട്മെന്റുകളും വരും. അത് വരുന്ന സമയത്ത് കൃത്യമായി നിങ്ങൾക്ക് പറഞ്ഞ് മനസ്സിലാക്കി ഒരു വീഡിയോ വേറെ ചെയ്യാം. ഇനി ഇപ്പോൾ ചെയ്യേണ്ട കാര്യം, അതായത് +1 പ്രവേശനത്തിലേക്ക് കടക്കുന്ന വിദ്യാർത്ഥികൾ, അപേക്ഷിക്കാൻ ആഗ്രഹിക്കുന്ന വിദ്യാർത്ഥികൾ ഇപ്പോൾ ചെയ്യേണ്ട കാര്യം എന്താണ് എന്ന് പലർക്കും സംശയമുണ്ട്. ഇപ്പോൾ നിങ്ങൾ പ്രത്യേകിച്ച് യാതൊന്നും ചെയ്യാനില്ല. ചെയ്യേണ്ട ഒരേയൊരു കാര്യം +1 പ്രവേശനത്തിനായി ആവശ്യമുള്ള രേഖകൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് തയ്യാറാക്കി വെക്കുക. അതായത് +1 പ്രവേശനവുമായി ബന്ധപ്പെട്ട് വിദ്യാർത്ഥികൾക്ക് ചില ബോണസ് പോയിന്റുകൾ എല്ലാം ലഭിക്കുന്നുണ്ട്. ആ ഒരു ബോണസ് പോയിന്റുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും സർട്ടിഫിക്കറ്റുകൾ കാര്യങ്ങളൊക്കെ ലഭിക്കാനുണ്ടെങ്കിൽ അത് 14 തീയതിക്ക് മുന്നേ തന്നെ തയ്യാറാക്കി വെക്കുക. 14 തീയതി പ്രവേശന നടപടികൾ തുടങ്ങിക്കഴിഞ്ഞാൽ ആ വിവരങ്ങൾ ആവശ്യമായി വരും. അപ്പോൾ ആ ഒരു കാര്യം മാത്രം വിദ്യാർത്ഥികൾ, രക്ഷിതാക്കൾ ഇപ്പോൾ മനസ്സിലാക്കി വെക്കുക. അപ്പോൾ ഈ ഒരു വീഡിയോയിലൂടെ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരാൻ ഉദ്ദേശിച്ചത് +1 പ്രവേശനത്തിന്റെ പ്രധാന നടപടിക്രമങ്ങൾ. ഇനി നിങ്ങളുടെ മുന്നിൽ വരാൻ സാധ്യതയുള്ള കാര്യങ്ങളാണ്. അതിൽ ഏറ്റവും പ്രധാനം അപേക്ഷ സമർപ്പണം എന്നുള്ളതാണ്. അതിന്റെ ഡേറ്റ് ഒരിക്കൽ കൂടെ ഓർമ്മിക്കുക, മെയ് 14 മുതൽ മെയ് 20 വരെയാണ് ഇപ്പോൾ അറിയിച്ചത് പ്രകാരം. ഇനി അതിൽ എന്തെങ്കിലും മാറ്റങ്ങൾ വന്നു കഴിഞ്ഞാൽ അത് ആ സമയത്ത് നിങ്ങളെ അറിയിച്ചു തരും. ഇനി എന്തെങ്കിലും സംശയങ്ങൾ ഉണ്ടെങ്കിൽ ഒരു മടിയും കൂടാതെ കമന്റ് ആയി നിങ്ങൾക്ക് ചോദിക്കാം. ആ സംശയങ്ങൾക്കുള്ള മറുപടി പറ്റുമെങ്കിൽ അവിടെ തന്നെ തരും, ഇല്ലെങ്കിൽ അടുത്ത വീഡിയോയിലൂടെ കൃത്യമായി തന്നെ പറഞ്ഞു തരും. ഇനിയും ഇതുപോലുള്ള വീഡിയോകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.